എവിടെ ഓഫർ ഉണ്ട് അവിടെ ഷെൽമിന്റെ ഓഫറിന്റെ പെരുമഴയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതും നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതേപോലത്തെ ഓഫേഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതും നമ്മുടെ സ്വന്തം അങ്കമാലി തന്നെ കേട്ടോ. അങ്കമാലിയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലം പറയട്ടെ കേട്ടോ, സെന്റ് ജോർജ് ബെസ്ലിക്ക പള്ളി. ഇനി കാണാത്തവർക്ക് വേണ്ടിട്ട് വന്ന് കണ്ടോട്ടാ, നേരിട്ട് വന്ന് കാണാം. അതുപോലെ ഇങ്ങോട്ട് പള്ളിയിലേക്ക് കയറുമ്പോഴേ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിലും കൂടി കയറാം. ഈ ബിൽഡിങ്ങിലാണ് മൊത്തം ഓഫേഴ്സ് ഇരിക്കുന്നത്. ഓഫറിന്റെ പെരുമഴ എന്ന് പറയുന്നത് വെറുതെ അല്ല, മഴകളുടെ ഇങ്ങനെ പറയാ ഓഫേഴ്സ് കൊണ്ട് ഓഫേഴ്സ് ആണ്. അതും ഒരു ഫ്ലോർ അല്ല, മൊത്തം 2 ഫ്ലോറാണ്. ഇനി ഒഴിച്ചൂടെ എവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്? ഹോം കണക്ട്. യെസ്, ഇവിടെ നിറച്ച് ഓഫേഴ്സ്, അതും ദിവാളി ഓഫേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയാ നമുക്ക് ഓഫേഴ്സ്? എന്റെ വീട്ടില് ഒരു ഹോം തിയേറ്റർ, അതൊക്കെ എൻ്റെ ഒരു സ്വപ്നമാണ്. അതൊക്കെ എന്തായാലും ഇവിടെ വരുമ്പോൾ സാധിക്കുമെന്ന് വിചാരിക്കണം. എന്തായാലും നമുക്ക് കയറി നോക്കാം, വാ. ഹോം കണക്ട്. യെസ്, നമ്മുടെ വീട്ടിലേക്കുള്ള എന്തൊക്കെ സംഭവങ്ങളോ അതൊക്കെ ഇവിടെ നമുക്ക് നോക്കാം. വാവ്, എനിക്ക് ആംബിയൻസ് ഇഷ്ടമായി കേട്ടോ. റിസപ്ഷനിൽ 2 സുന്ദരി കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഹായ്, എന്താണ് വിശേഷം? ഇവിടെ എന്തൊക്കെ ഓഫേഴ്സ്, ഡീലിംഗ്, അങ്ങനെ ഇവിടുത്തെ എന്താ ഡീറ്റെയിൽസ് ഒന്ന് അറിയാനായിട്ട് എന്താ ചെയ്യണ്ട? അങ്ങോട്ട് കയറണം. ഇതാണ് ഓഫീസ്. വരൂ, അപ്പൊ നമുക്ക് ഓഫീസിലേക്ക് കയറാം. അപ്പൊ മാമിന് ഭയങ്കര ചിരിയാണ്. ഹായ്, സുഖാണോ? ഞാൻ ഈ മൈക്ക് ഒന്ന് വെച്ചോട്ടെ. ആ, ഇനി പറയാം എന്താണ്. ഇരിക്കാനൊന്നും നേരല്ലേ, ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ. അതെ, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കൊരു TV സെറ്റപ്പ് ഉണ്ട് നമുക്ക് ഇവിടെ. ലിവിംഗ് റൂം കൺസെപ്റ്റ് നമുക്ക് അവിടേക്ക് നോക്കാം. ഓക്കെ, ലിവിംഗ് സെറ്റ്. എല്ലാരും വീട്ടിൽ ഇതുപോലെ ലിവിംഗ് റൂം ഉണ്ടാവില്ലേ? അതുപോലത്തെ ലിവിംഗ് റൂമാണ്. അതെ, ഒരു ചെറിയ സെറ്റപ്പ്. നമുക്കൊരു സ്റ്റീരിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് പാട്ട് കേൾക്കാം, TV സിനിമ കാണാം. വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ. അടിപൊളി. ഇനി ഇതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ, പിന്നെ എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എന്തായാലും നമുക്ക് വഴി പറയാം. പക്ഷെ ഇവിടെ എന്താ സംഭവം നടക്കണം? എന്താണ് ഈ ഹോം കണക്ട്? നമ്മൾ ഹോം തിയേറ്റർ ഡീല് ചെയ്യുന്നവരാണ് ഹോം കണക്ട്. ഹോം തിയേറ്റർ നമ്മൾ വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഈ ചെറിയ രീതിയിലുള്ള ലിവിംഗ് റൂം കൺസെപ്റ്റ്, നമ്മുടെ ടിവിയിലൊക്കെ കേൾക്കുന്ന ചെറിയ ചെറിയ സൗണ്ടിനേക്കാളും ഒരു 2 ബുക്ക് ഷെൽഫ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ള ലിവിംഗ് റൂമില് നിങ്ങൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് TV ഉണ്ടായാൽ മതി, നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന പോലെ ഒക്കെ ഇരുന്ന് കാണാം അല്ലേ? ഇതിനൊക്കെ എന്തോരം ഒരു ചെലവ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? നമുക്ക് 2 സ്റ്റീരിയോ അല്ലെ 2 ബുക്ക് ഷെൽഫ് സ്പീക്കർ ഒക്കെ ഒരു 12,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നമുക്ക് ഈസി, നല്ല എന്താ പറയാ, നല്ല ഓഡിയോ എൻജോയ് ചെയ്യാൻ പറ്റും. സിനിമ പാട്ട് എന്നൊക്കെ പറയുമ്പോ ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടാ? അല്ല, സിനിമ പിന്നെ ഇഷ്ടപ്പെടില്ല, പാട്ട് മൈൻഡ് റിലീസ് ചെയ്യാൻ, സ്ട്രെസ് റിലീസ് ചെയ്യാനൊക്കെ എല്ലാവരും ഇന്ന് ഒരു ബുക്ക് ഷെൽഫ് സ്പീക്കർ ഒക്കെ യൂസ് ചെയ്യുന്നവർ തന്നെയാണ്. ഓക്കെ, അത് ഇപ്പൊ നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബ്രാൻഡ്സ് അങ്ങനത്തെ സംഭവം അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ? നമ്മൾ എല്ലാ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പാരഡൈം, ക്ലിപ്സ്, ആന്തം, കേംബ്രിഡ്ജ് ഓഡിയോ, എല്ലാം ഹൈ എൻഡ് തുടങ്ങി ലോ എൻഡ് തുടങ്ങി ഹൈ എൻഡ് വരെ ഇംഗ്ലീഷ് പേരുകളൊക്കെ പറയണം. ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ പാട്ട് കേൾക്കാൻ, നല്ല റിലാക്സ് ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാന്നുള്ളത്. ഒരു പാട്ട് വെച്ചു തരൂ. ഓഫ് കോഴ്സ്. എന്തായാലും പാട്ട് കോപ്പിറൈറ്റ് ആണെങ്കിൽ എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും കുറച്ചു നേരം ആസ്വദിക്കണതൊന്നും എനിക്ക് ആസ്വദിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാം. അപ്പൊ ഒരു പ്ലേ ചെയ്യട്ടെ പാട്ട്? ഞാൻ ഇവിടെ റെഡി. ചില പാട്ടുകൾ അല്ലെങ്കിൽ ചില സിനിമകൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കണ്ടുപോലെ, നമുക്ക് സമയം പോലും അറിയില്ല. അങ്ങനെ ഇങ്ങനെ ആഴത്തിൽ കയറി പറ്റുന്ന കുറേ പാട്ടുകളുണ്ടല്ലേ. അതിൻ്റെ വലിയൊരു പങ്ക് സ്പീക്കറിന് തന്നെയാണ്. സ്പീക്കറിൻ്റെ ആ ഒരു ക്വാളിറ്റിയും സൗണ്ട് ക്ലാരിറ്റിയും എല്ലാം കൊണ്ട് അങ്ങനെ പെർഫെക്റ്റായി വരുമ്പോഴാണ് നമുക്കിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് നമുക്ക് ആഴത്തിലങ്ങ് നമ്മൾ പോലും അറിയാണ്ട് ഇങ്ങനെ നമ്മൾ തന്നെ താളം പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയില്ലേ, ആ ഒരു സമയം പോലും അറിയാത്തൊരു സിറ്റുവേഷൻ ഇതാണ്. അത് നമുക്ക് ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്കിങ്ങനെ ഒരു സ്പീക്കറുടെ സെറ്റപ്പ്, അതായത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണേലും ചെയ്തെടുക്കാം. അതിനിങ്ങനെ ഇത്രയും വലിയ റൂമൊന്നും വേണമെന്നില്ല. നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ള ഒരു ലിവിങ് റൂമിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഹോം തിയേറ്റർ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിനി ഹോം തിയേറ്റർ തന്നെ പറയാം കേട്ടോ. അതിൽ നമ്മുടെ കയ്യിൽ TV ഒക്കെ ഉണ്ടാകും. പക്ഷേ TV വെറുതെ ഒരു സിനിമ കാണാമെന്ന് പറയുമ്പോൾ ഒരു ടൈം പാസ് പോലെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സ്പീക്കർ, അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് എങ്ങനെ വേണേലും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സ്പീക്കർ വെക്കുമ്പോഴാണ് ആ ഒരു സിനിമര ഇടിയും പാട്ടും കൂത്തും ഇതൊക്കെ ഇങ്ങനെ ഇമോഷണലും ഫീലിങ്സും ഒക്കെ ആയി വരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതും 25th വരെയുള്ള സ്പീക്കറിന് കാര്യങ്ങളൊക്കെ, അതും ടോപ്പ് ഇമ്പോർട്ട് ബ്രാൻഡിനൊക്കെയാണ് കേട്ടോ. അപ്പം മിസ് ചെയ്യണ്ട. എന്തായാലും ഞാൻ ഇമോഷനായിപ്പോയി.
ഭയങ്കര ഒരു നൊസ്റ്റോളജി ഫീലിംഗ് കേട്ടാ. നമ്മൾ ഈ പാട്ട് തന്നെയല്ല, ഏത് പാട്ട് കേട്ടാലും ആ ഒരു ഉള്ളിലേക്ക് കയറി പോണേ. നമ്മുടെ ഒരു കോളേജ് ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ ലൈഫ്, ആ ഒരു ലൈഫ് ശരിക്ക് നിങ്ങൾക്ക് എന്റെ ഫേസിന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടാ അറിയാം. ഞാൻ ആ ഒരു എന്താ പറയാ എന്റെ ടീനേജ് ലെവലിലേക്ക് പോയി. അപ്പൊ ഓരോ സിനിമയിലും ഓരോരോ പാട്ടായാലും അതിന് എന്തെങ്കിലുമൊക്കെ പറയാൻ അവർക്കും ഉണ്ടാവും, നമുക്കും അതിനെ കുറിച്ചിട്ട് അല്ലേ ഫീൽ ചെയ്യുക. ഓരോ മ്യൂസിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റണം. ആ ഫീലിംഗ് ശരിക്കും ഞാൻ സാധാരണ ഇങ്ങനെ സിനിമ ഒരു 3 മണിക്കൂറൊന്ന് ഇരുന്ന് അല്ലെങ്കിൽ ഒരു പാട്ട് തന്നെ പോലെ ഒരു 5 മിനിറ്റ് ഇരുന്ന് കേൾക്കാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ ഇരുന്ന് പോയി. ഈ പാട്ട് കോപ്പിറൈറ്റ് ആയതുകൊണ്ട് ആവാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് പാട്ട് വെക്കില്ല. പക്ഷെ സൂപ്പറാണ്. ഈ ഫീലിംഗില് നേരിട്ട് ഇങ്ങോട്ട് വന്ന ഫീൽ ചെയ്യാം അല്ലെ. ഇതൊന്നല്ല, ഇതുക്കും മേലെ ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ ഇതുക്കും മേലെ സംഭവങ്ങൾ അതാ മോളിത്തെ ഫ്ലോറിലുണ്ട്. പോവാം. ഇവിടെയാണോ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ? നമ്മുടെ ക്ലിയറൻസ് സെയിലും ദീപാവലി ഓഫറും എല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതിന്റെ തിരക്കാണോ ഈ കാണുന്നത്? സൂപ്പർ. ഇവിടൊക്കെ എന്തായിരിക്കണം ഈ സംഭവങ്ങളൊക്കെ? ഇതൊക്കെ നമ്മുടെ ഡെമോ പീസ് ആണ്. നമുക്ക് ഇതൊക്കെ 50% വരെ ഓഫറിലാണ് നമ്മളിപ്പോ ക്ലിയറൻസ് സെയിൽ ചെയ്തോണ്ടിരിക്കുന്നത്. വെറുതെ അല്ല, ഇവിടെ അപ് ടു 50% ഓഫിലാണ് കൊടുക്കണ. അതും സൗണ്ട് സിസ്റ്റം. ഇത് ബ്രാൻഡ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഇനി ആസ്വദിച്ച് നമുക്ക് സിനിമയും അതുപോലെ തന്നെ എന്തായാലും ഈ ഒരു ഇവിടെ തിരക്ക് അവര് നടക്കട്ടെ. പിന്നെ നമുക്ക് ഹോം തിയേറ്ററിലേക്ക് പോവാം. നമ്മുടെ ഡെമോ തിയേറ്ററിലേക്ക് പോവാം. ഹോം തിയേറ്റർ. അപ്പൊ ഇനി തിയേറ്ററിൽ പോകണ്ട ഞങ്ങക്ക്? വീട്ടിൽ നമുക്ക് തിയേറ്റർ സെറ്റ് ചെയ്യാം. ഓ, എന്റെ സ്വപ്നമാണ് ഈ ഒരു ഹോം തിയേറ്റർ. ഒരു വീട് ഇനി വെക്കുമ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ്. കേറി വാ മക്കളെ, എന്റെ വീട്ടിലെ തിയേറ്റർ സെറ്റ് ചെയ്തു. നിങ്ങൾ അറിഞ്ഞ വല്ലൊരു ഇതൊക്കെ അടച്ചു വെക്കട്ടെ. സൗണ്ട് പ്രൂഫ് അല്ലേ? യെസ്. അപ്പൊ അത് അടഞ്ഞിരിക്കണതായിരിക്കും അതിന്റെ ഭംഗി. ഇനി നമുക്ക് ഇത് എങ്ങനെയാ സിസ്റ്റം എന്താ അതൊക്കെ പോട്ടെ. എനിക്ക് ഈ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ കാര്യം ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതെങ്ങനെയാണ്? നമുക്ക് ഓഡിയോ സിസ്റ്റം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 5.1 സ്പീക്കർ സിസ്റ്റം വിത്ത് AVRും കൂടെ നമുക്ക് വരുന്നത് 50,000-ലാണ്. അത്രേ ഉള്ളൂ. ഹോം തിയേറ്റർ പാക്കേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1.5 lakhs. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണം. ഇങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും ഇവിടെ ഇരിക്കും. എന്തായാലും 1.5 ലക്ഷം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹോം തിയേറ്റർ നമുക്ക് ഒരു സ്വപ്നം നമുക്ക് ഹോം തിയേറ്റർ പാക്കേജ് നമുക്ക് 1.5 lakhs സ്റ്റാർട്ട് ചെയ്യാം. അത് പിന്നെ ബഡ്ജറ്റ് ഇങ്ങനെ കൂട്ടി വേണമെങ്കിൽ പോകട്ടെ. അത് 2 ആവാം, 5 ആവാം, 10 ആവാം, 15 ആവാം, 50 ലക്ഷം ആവാം. അതിനനുസരിച്ചിട്ട് ഇവിടെ സെറ്റപ്പ് ഒക്കെ മാറും, ലെവല് മാറും. അതിന്റെ ക്വാളിറ്റിയും ഡിഫറൻസ് ആയിരിക്കും. ഇതിന്റെ ക്വാളിറ്റി ഡിഫറൻസ് ആയിരിക്കും. അതേ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ വീട് പണ്ടത്തെ വീടൊക്കെ ആണല്ലോ. പണ്ടത്തെ വീട്ടിലൊന്നും ഈ പോലെ സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിനാണ് നമ്മളിങ്ങനെ താഴത്തെ ഒരു ലിവിംഗ് റൂംസ്. അത് നമ്മുടെ നീഡ് അനുസരിച്ചിട്ടാ ലിവിംഗ് റൂം കൺസെപ്റ്റ് വേണ്ട. ചിലപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമുള്ളവര് അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് കാണാനൊക്കെ ആയിട്ട് ലിവിംഗ് റൂമിലേക്ക് അവര് സ്റ്റീരിയോ ഒക്കെ വാങ്ങിക്കുന്നത്. പാട്ടും നമ്മളെല്ലാവർക്കും പാട്ട് എന്ന് പറഞ്ഞ ഒരു ഹരാണല്ലോ. അത് ഇങ്ങനെ വലിയ സെറ്റപ്പ് ഇല്ലെങ്കിലും ചെറിയൊരു സെറ്റപ്പ് ആയാലും അവര് ചെയ്തു തരുന്നതാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ പോട്ടെ. ഇനി 1.5 ലക്ഷം എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ പറയണം. പക്ഷെ എന്നാലും നമ്മുടെ കയ്യില് അങ്ങനെ എടുത്തു തരാനില്ല. വില എല്ലാവരെയും സംബന്ധിച്ച് ആ ഒരു ബുദ്ധിമുട്ടുള്ളവരാണ്. അതായത് ഒറ്റയടിക്ക് റെഡി ക്യാഷ് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു സ്കീമുണ്ട്, ഗോൾഡ് സ്കീം ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസിൽ പ്രോഡക്റ്റ് സ്വർണ്ണക്കടയില് നമ്മളിങ്ങനെ തിരിച്ച് കൊടുക്കണ പോലെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ പ്രൈസില് പ്രൈസ് നമുക്ക് ആ പ്രൈസിൽ അവര് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട് പണി പൂർത്തിയാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സെയിം പ്രൈസിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ, അതായത് പതുക്കെ ഇൻസ്റ്റാൾമെന്റ് പോലെ അവർക്ക് അടച്ചു തീർത്ത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലായ ചോദ്യങ്ങളൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ എന്റെ വീട് പണി ഇപ്പത് കല്ല് ഇടലാണ്. ഇനി ചിലപ്പോ ഒരു കൊല്ലം അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഇന്റീരിയർ വർക്ക് അത് ഇതൊക്കെ പറയുമ്പോൾ ടൈം പിടിക്കൂല. അല്ലെങ്കിൽ 1.5 വർഷം 2 വർഷമൊക്കെ പിടിക്കുന്നു വിചാരിക്കേ. എനിക്ക് ഇപ്പോഴേ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അന്ന് ആ ടൈം ആകുമ്പോ 2 കൊല്ലം ആകുമ്പോഴേക്കും ചിലപ്പോ റേറ്റ് ഡിഫറൻസ് വരും. അത് ഇപ്പൊ നമ്മള് വീട് പണിയായാലും നമ്മുടെ കൺസ്ട്രക്ഷൻ ആയാലും ഇതിനായാലും എല്ലാത്തിലും അതേപോലെ തന്നെയാണ് ഈ ഒരു നമ്മുടെ എല്ലാത്തിലും ഒരു റേറ്റ് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു റേറ്റിൽ തന്നെ നമുക്ക് 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് തരും. ഓഫ് കോഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്കീം അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു പാക്കേജ് ഇപ്പൊ എന്റെ ബഡ്ജറ്റ് ആണ്. അപ്പൊ എനിക്ക് ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് നമുക്ക് ഇത്തിരി മന്ത്ലി. അപ്പൊ നമ്മളൊരു പ്ലാൻ ആദ്യമേ സെറ്റ് ചെയ്ത് കൊട്ടേഷൻ ആക്കി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി
അങ്ങോട്ട് ഇട്ടാ മതി. അതെ, മന്ത്ലി ഒരു എമൗണ്ട് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും അതിന് ചെയ്തില്ല. ഒരു ബാങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു എമൗണ്ട് ഇടുന്നോ അതുപോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ ബാങ്കിൽ ഇടുന്ന പോലെ സേഫ് ആണ് നിങ്ങളുടെ കയ്യിൽ തരുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സ്വപ്നം, അത് ലക്ഷ്യം, അതൊക്കെ സാധിക്കുക. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവാൻ സാധിക്കണം. അതാണ് ഹോം കണക്റ്റിന്റെ ഹോം കണക്ട്. ഇനിയിപ്പോ ഈ ഒരു ലക്ഷറി നിങ്ങൾക്ക് ഇപ്പൊ എത്ര ഇതുണ്ട്? നമുക്ക് ഹോം തിയേറ്റർ എല്ലാം ലിവിംഗിന്റെ പറഞ്ഞു, അതുകൂടാണ്ട് ലക്ഷറി ബഡ്ജറ്റിലുള്ളതുണ്ട്, നോർമൽ ബഡ്ജറ്റ്. നമുക്ക് കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ച് നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെ, ഇത്ര സീറ്റ് വേണം, അല്ലെങ്കിൽ ഇത്ര ഇപ്പൊ കോൺഫിഗറേഷൻ തന്നെ 7.2.4 വേണം, 7.1 മതി, അങ്ങനെയൊക്കെ പറയുന്ന അവരുടെ നീഡ് അനുസരിച്ച് നമ്മൾ ചെയ്തു. ഓക്കെ, നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ? നമുക്ക് എന്താണ് ഇപ്പൊ ഇവിടെ ഇത് നിങ്ങളുടെ ഡെമോ, ഇതിലിപ്പോ നമ്മൾ എന്തൊക്കെയാ ചെയ്തിരിക്കണം ഒന്ന് കാണാൻ പറ്റുമോ? ഇവിടെ ഇപ്പൊ നമ്മൾ THX ആണ്, ക്ലിപ്ഷിന്റെ THX സിസ്റ്റം ആണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. THXന്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡയറക്ടർ എന്താണോ ഡിസൈൻ ചെയ്തേക്കുന്ന സെയിം ക്വാളിറ്റി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റുകളാണ് THX പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഒരു മൂവി എങ്ങനെയാണോ ഡിസൈൻ ചെയ്തേക്കുന്ന സെയിം ക്വാളിറ്റി നമുക്ക് ഓരോ ഡീറ്റെയിലിംഗ് പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരാൾ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന ആ സെയിം ക്വാളിറ്റി നമുക്ക് മിക്സ് ചെയ്തിരിക്കുന്ന സെയിം ക്വാളിറ്റി നമുക്ക് കേൾക്കാൻ പറ്റും. പല സ്പീക്കറിലും നമുക്ക് ചില ഡീറ്റെയിലിംഗ് ഒന്നും കിട്ടില്ല. പക്ഷെ THX സർട്ടിഫൈഡ് ആണെങ്കിൽ അതെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ സൗണ്ട് പ്രൂഫ് ആണല്ലോ? അതെ, സൗണ്ട് പ്രൂഫ് ആണ്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ ചെയ്തിരിക്കണം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന്? ഇതിപ്പോ നമ്മള് ഒരു 3 ലെയർ അക്യോസ്റ്റിക്സ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു പോളിസ്റ്റർ ഫൈബറുകൾ വെച്ചിട്ടുള്ള ഇൻസുലേഷൻ മെറ്റീരിയൽ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നു. ദെൻ അതിന്റെ പുറത്ത് വുഡ് വോൾ ചെയ്തിരിക്കുന്നു. ദെൻ നമ്മള് ഇതുപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കളർ ചോയ്സ് നമ്മുടെ കസ്റ്റമറുടെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്താണ് കളർ, എന്താണ് ഡിസൈൻ, എല്ലാം അവരുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ്. നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ മതി, അത് അവിടെ സേഫ് ആണ്. ബാക്കി അവരെ ഏറ്റെടുത്തോളൂ, ഇനി ഒന്നും നോക്കണ്ട. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊന്നും ഈ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് ഇപ്പൊ തിരക്ക് കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു തിരക്ക്, ആ ഒരു ഫീലിംഗ് കാണണമെങ്കിൽ, അല്ല നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നേരിട്ട് വന്നേ പറ്റുള്ളൂ. അല്ലാണ്ട് ഫോണിൽ വിളിച്ചിട്ട് ചേട്ടാ ഇതിന് ഇത്ര റേറ്റ് ഉണ്ട്, ഇത്ര റേറ്റ് ഉണ്ട്, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പക്ഷെ കസ്റ്റമർ ഡയറക്റ്റ് വരുമ്പോൾ അവർക്ക് എൻജോയ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമുക്കുടെ ഇമ്പോർട്ടൻസ്. ഈ താഴത്തിരുന്നപ്പോഴേക്ക് തന്നെ എനിക്ക് ഒരു നൊസ്റ്റാളജി ടച്ച് വന്നു. ഇനി ഇവിടെ ഇരിക്കുമ്പോഴത്തെ അവസ്ഥ ഞാനൊന്ന് ആലോചിക്കാം. ഇതെന്തായാലും വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം വേണം സമാധാനമായിട്ടിരുന്നെന്ന് ഒരു ഫീലിംഗ് പുറത്തേക്ക് വരാം. അല്ലെങ്കിൽ എന്റെ തറ ലെവല് നിങ്ങൾ കാണും, അത് വേണ്ട. എന്തായാലും എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. ഇതൊന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ? നമുക്ക് സൗണ്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Shall we turn back? No time. Fuck it. I got this. 9, 10, 11, 12 bullets or bust. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പറ്റാത്ത നല്ലൊരു വിഷമമുണ്ട്. നമ്മുടെ മൊബൈലിലും ടിവിയിലും ഈ ഒരു പാട്ടും കിട്ടും, സിനിമയും കിട്ടും. പക്ഷെ അതിലിരുന്ന് കാണുന്നതും കേൾക്കുന്നതും ഒരു ഹോം തിയേറ്ററിൽ വന്നിരുന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവല് തന്നെയാണ്. ആരായാലും നിന്ന് ആടിപ്പോവും. നമ്മൾ മാത്രമല്ല, ചുറ്റുമുള്ളവർ നമ്മൾ ആടിപ്പിക്കുക. അതാണ് ആ ഒരു പാട്ടിൻ്റെയും ആ ഒരു സൗണ്ടിൻ്റെ പവർ എന്ന് പറയുന്നത്. ഹൃദയത്തിൽ അങ്ങോട്ട് വന്നിരുന്ന് അടിച്ച് അങ്ങോട്ട് കയറ്റാന്ന് പറയില്ലേ, നമുക്കെല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ലെവല് വേറെ തന്നെയാണ്. അത് വേറൊന്നുമല്ല, ആ ഒരു സൗണ്ടിൻ്റെ പവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് എൻജോയ് ചെയ്യാം. നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് അത് നഷ്ടം തന്നെയാണ്. അത് നിങ്ങൾക്കൊക്കെ ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണേ നേരിട്ട് വന്നേ പറ്റുള്ളൂ. സൂപ്പർ, എന്താ പറയാ, മനസ്സ് നിറഞ്ഞങ്ങട് കളിച്ചു. ശരിക്കും ഒരു തിയേറ്ററിൽ ഇരിക്കണ പോലെ തന്നെ. തിയേറ്ററിൽ പോയി ഇതുപോലെ കളിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, കളിക്കാം. എന്താ പറയാ, കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു എന്താ പറയാ സ്വപ്നം. അത് ഇവിടെ വന്നിട്ട് ഡാൻസ് കളിക്കണം, പാട്ട് ആസ്വദിക്കണം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ടീൻ ലൈഫിൽ ഇതൊന്നും നടക്കാറില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാര്യങ്ങൾ മാറിപ്പോവും, നമ്മുടെ ആഗ്രഹങ്ങൾ പുറത്തു വന്നു. ഈ പാട്ട് നമ്മൾ മൊബൈലിൽ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പാട്ട് കേട്ടപ്പോ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് തന്നെ നമ്മൾ അവിടെ കളിക്കുകയാണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, THX ആയതുകൊണ്ട് തന്നെ സെയിം ക്വാളിറ്റി നമുക്ക് കിട്ടും. എങ്ങനെയാണോ മിക്സ് ചെയ്തേക്കണ സെയിം ക്വാളിറ്റി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി. എന്തായാലും എന്താ പറയാ, ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ അത്? പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒക്കെ എന്താ ചെയ്യണേ, എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതല്ലേ ഉള്ളൂ. ഇപ്പൊ എല്ലാവരും മാറി. ഇപ്പൊ പുറത്തിരിക്കണ മക്കളൊക്കെ നാട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു തിയേറ്റർ.
സത്യം എന്ന് വെച്ചാൽ ഒരു സാരിയിലോ ഒരു കേക്കിലോ ഒതുങ്ങുന്നതല്ല നമ്മുടെ അപ്പനമ്മേരെയും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മേരെയും ഇത് ഒരു വാല്യൂ. അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഇന്നത്തെ കാലത്ത് അവര് തിയേറ്ററിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഇപ്പൊ വയസ്സായവരാകുമ്പോ അവർക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അന്ന സിനിമ കാണണം, ലേറ്റസ്റ്റ് സിനിമ കാണണം. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തുകൂടാ? ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഗിഫ്റ്റ് മമ്മി പപ്പ വെയിറ്റ് ചെയ്തോ. എന്തായാലും നമുക്ക് ഇതിലും നമുക്ക് EMI ഓപ്ഷൻ മീൻസ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് സെലക്ട് ചെയ്ത് വെക്കുന്നത് അന്ന് മുതൽ അവർക്ക് എന്നാണോ വർക്ക് ചെയ്യേണ്ടത് അത്രയും നാളുകൊണ്ട് അവരത് പേ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ മതി. ഇപ്പോഴത്തെ പ്രൈസിൽ തന്നെ വാങ്ങിക്കാം. ഇപ്പൊ ഇതും ഇതുപോലെ തന്നെ ഇതിനേക്കാളും ലക്ഷറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കയ്യിൽ ഇപ്പൊ 50 ലക്ഷം ആയാലും എത്ര വേണമെങ്കിലും അതിനനുസരിച്ച് ഇവര് ഇവിടെ സെറ്റ് ചെയ്ത് തരും. എനിക്ക് ഒരു സംശയം കൂടി ചോദിക്കാണ്ടേ, ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ സൗണ്ടിന്റെ ലെവലൊക്കെ മാറിയില്ല. ആ ഒരു സൗണ്ട് പ്രൂഫ് എക്കോ ഇല്ല. നല്ലൊരു തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു ഫീല്. നമ്മള് ഉള്ളിൽ ഇരുന്നിട്ട് ഈ ഒരു EMI ഓപ്ഷൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ സാധാരണക്കാർക്കും നമുക്ക് പാട്ട് കേൾക്കണം. നമ്മുടെ ലിവിംഗ് റൂമിൽ ഇതുപോലെ തന്നെ നമുക്ക് 5.1 അല്ലെങ്കിൽ 7.5 വേണം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു EMI ഓപ്ഷൻ ഉണ്ടോ? അതെ, നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യണത് ഇതിപ്പോ ഡെമോ പീസുകളാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ ഡെമോ ചെയ്ത് കസ്റ്റമേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കുന്നതായിരുന്നു. ഇത് ഒരു 2-3 months ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ക്ലിയറൻസ് സെയിലിൽ വെക്കും. നമ്മൾ അപ് ടു 50% വരെ ക്ലിയറൻസ് സെയിലാണ് കൊടുക്കുന്നത്. ഇത് കൊണ്ടുപോകും. അത് കൊണ്ടുപോകും. ഇതല്ലാണ്ട് സ്റ്റോക്ക് വേറെയുണ്ട്. ഉണ്ട്, നമുക്ക് ഗോഡൌണിൽ സ്റ്റോക്ക് വേറെയുണ്ട്. അപ്പൊ ഈ ഇരിക്കണത് മൊത്തം നമുക്ക് അപ് ടു 50% നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നേരത്തെ അതിന്റെ ഒക്കെ തിരക്കായിരുന്നു. അതെ. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എപ്പോഴും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇതെല്ലാം ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് ആണ്. ഓരോ ബ്രാൻഡ് ചേഞ്ച് ചെയ്യണതനുസരിച്ചും അതിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ ഒരെണ്ണം സിനിമയ്ക്കും മൂവിക്കും മ്യൂസിക്കിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ പാരഡൈം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെൽ ബാലൻസ്ഡ് സൗണ്ട് ആയിരിക്കും. ഓരോരോ സൗണ്ട് ഇതൊക്കെ സബ് ഓഫർ ആണ്. ഇതൊക്കെ നമ്മൾ അപ് ടു 50% വരെ ഓഫറിലാണ് കൊടുക്കുന്നത്. ഇതിനും ഓഫ് കോഴ്സ് ക്ലിപ്ഷന്റെ സബ് ഓഫർ ആണ്. അമേരിക്കൻ ബ്രാൻഡാണ്. ബ്രാൻഡഡ് ആയിട്ടാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് മൊത്തം. അപ്പൊ അതും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് പുറത്തേക്ക് ഞെട്ടിക്കുന്ന വില. ആ വില അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അറിയാം, നേരിട്ട് വരാം. ഫോൺ വിളിച്ചിട്ട് എത്ര ചേച്ചി റേറ്റ്, എത്ര മാഡം റേറ്റ്, എത്രയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ ഒരു ലേഡി ഈ ഒരു സ്ഥാപനം കൊണ്ട് നടക്കാന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല. അതിന് പുറമെ ഒരു 100-500 കോൾസ് വരാന്ന് പറയുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. അതിനേക്കാളും ഭേദം നിങ്ങൾ നേരിട്ട് വരായിരിക്കും ഒന്നുകൂടി ബെറ്റർ. പിന്നെ കാശിന്റെ കാര്യം പിന്നെ പറയണോ, നമ്മള് എനിക്ക് തരുന്ന മണിക്ക് നിങ്ങൾക്ക് അതൊക്കെ പോട്ടെ. എക്സ്ചേഞ്ച് അങ്ങനെ വല്ല സംഭവം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ രീതിക്കായാലും നമ്മൾ സ്പീക്കർ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇതെന്ത് ചെയ്യും? അത് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മുടെ ദീപാവലി ഓഫർ. അപ്പൊ ആ ഇരിക്കുന്ന സാധനം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് പുതിയ സാധനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ അതെങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. അതിനുള്ള അപ്ഗ്രേഡിനുള്ള പൈസ കൊടുത്താൽ മതി. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും എന്താ പറയുക, സിനിമയൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കണ്ടോട് കൂടിയിട്ട് നമുക്കൊരു ലക്ഷറി തിയേറ്റർ സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് കൂടുതലായിട്ടും എല്ലാവരും പാരന്റ്സിനോട് ഡെഡിക്കേറ്റ് ചെയ്യും, മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. പണ്ടൊന്നും പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ലിഫ്റ്റ് തന്നെ ഇല്ല. ഇന്നത്തെ കാലത്ത് എല്ലാം വീട്ടിൽ ലിഫ്റ്റാണ്. കാരണം എന്താ, അമ്മയും അപ്പനും വയസ്സായി, അച്ഛന്മാര് വയസ്സായി. അവർക്കൊക്കെ അച്ഛന്മാരെന്ന് പറഞ്ഞ അച്ഛൻ അവർക്കൊക്കെ വയസ്സായി, അവർക്കൊക്കെ കയറാനും ഇറങ്ങാനല്ലേ ബുദ്ധിമുട്ട്. അപ്പൊ അതുപോലെ തന്നെ ഹോം തിയേറ്റർ എന്തായാലും നമ്മൾ താഴത്തല്ലല്ലോ സെറ്റ് ചെയ്യാം, മുകളിലായിരിക്കും മിക്കതും സെറ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് കയറി സുഖമായിട്ട് ഇരുന്ന് കാണാൻ, ആസ്വദിക്കാം. ഇപ്പൊ എല്ലാവരും ഇന്റീരിയറിന് വേണ്ടിട്ടൊക്കെ ഒരുപാട് മണി സ്പെൻഡ് ചെയ്യുന്നവരാണല്ലോ. സത്യം. അപ്പൊ പിന്നെ എന്തായാലും ഇത് ഒരെണ്ണം അത്യാവശ്യമാണ്. പണ്ടൊരു തിയേറ്റർ പോട്ടെ, ഒരു TV കിട്ടാൻ തന്നെ എന്താണ്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒന്നുമല്ല മക്കളെ, എത്രയേ ഉള്ളൂ. അതും ഇത്ര ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഇവര് തരാണ് കേട്ടോ. ഇതൊക്കെ അപ് ടു 50% ഉണ്ട്. വന്നോ എടുത്തോ അങ്ങോട്ട് കൊണ്ടോ, വന്നോ എടുത്തോന്ന് പറഞ്ഞോ. എവിടേക്കാ വരണ്ടേ? ഹോം കണക്റ്റിലേക്ക്. നമ്മുടെ അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ലൊക്കേഷൻ. ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണിയാ തൊട്ട് 9 to 6 ആണ് നമ്മുടെ ടൈമിംഗ് വരുന്നത്. 9 to 6. സൺഡേ ഇല്ല. സൺഡേന് ഇപ്പൊ അങ്ങനെ അത്യാവശ്യമായിട്ട് ആരെങ്കിലും പറയുവാണെങ്കിൽ മാത്രം നമ്മള് തുറന്നു വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ജോലിക്കാരായിരിക്കും മിക്കത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വെച്ചാൽ ഇന്ത്യയുടെ പുറമേയുള്ളവർക്ക് സമയം വ്യത്യാസം ഉണ്ട്. അപ്പൊ രാത്രിയൊക്കെ കോള് വരും. നമുക്ക് സാധാരണ ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരുന്നവരും ഉണ്ട്. എയർപോർട്ടോടെ നിയറസ്റ്റ് ആണല്ലോ. അതെ.
അവിടുന്ന് വന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കണ്ടിട്ട് പോയിട്ട് അവര് ഒരു ഡിസിഷൻ എടുക്കുന്നവരുണ്ട്. പിന്നെ ഇതിന്റെ ഒക്കെ ചിലപ്പോൾ ഞാൻ ശബ്ദങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പ്ലേ ചെയ്തിട്ടുണ്ടാവില്ല. അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്. അപ്പൊ ആ ഒരു ആസ്വദിച്ച ആ ഒരു പാട്ട് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ അറിയാണ്ട് ഞാൻ നിന്ന് കളിച്ചു പോയി. ഇനി വീണ്ടും കളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ആ ഒരു സൗണ്ട്, ആ ഒരു ഫീലിങ്സ് ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വരാം. ഇതിനി എത്രാം തീയതി വരെ ഓഫർ ഉണ്ട്? എപ്പോ നമുക്ക് ഓഫർ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. എത്രാം തീയതി വരെ? 25 വരെ ഉണ്ട് ദീപാവലി ഓഫർ. ദീപാവലി എന്തായാലും 20-21 ആണ്. അപ്പൊ 25th വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ദീപാവലി ഓഫറാണ് നടക്കണത്. ഇനി അടുത്തൊരു ഓഫർ എന്നാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തൊരു ഓഫറിന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ അതാ ഇതിന്ന് ഇത് മാർഷലിന്റെ അല്ലേ? മാർഷൽ സ്പീക്കർ. നമ്മുടെ എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറും സ്റ്റീരിയോ ആംപ്ലിഫയറും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട ഓഡിയോ വീഡിയോ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് എല്ലാതും ഇവിടെ ഉണ്ട്. ഇനി നോ ഡൗട്ട് ഇവിടെ വന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാം. എനിക്കൊന്നും പറയാനില്ല. ഡയറക്റ്റ് നിങ്ങൾ വിളിക്കല്ല ചെയ്യേണ്ടത്, നേരിട്ട് വരാ ചെയ്യേണ്ടത്. എനിക്ക് അതാ പറയാനുള്ളത്. കാരണം ഇവിടെ വന്ന് ഫീൽ ചെയ്യുന്നതും നിങ്ങൾ വീട്ടിലിരുന്ന് കോൾ ചെയ്യണതും രണ്ടും മാറ്റമുണ്ട്. ഇത് ശബ്ദം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ട് ഫീൽ ചെയ്ത് നമ്മൾ ആസ്വദിച്ച് മേടിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും എല്ലാ സൗണ്ട് സ്റ്റേജ് ഇഷ്ടപ്പെടില്ല. അതെ, ഓക്കേക്കും ഡിഫറെന്റ്. അതെ, ചിലതില് ബാസ് കൂടുതൽ, ചിലതിൽ എന്റെ ഹൃദയം അടിച്ചോണ്ടിരിക്കുക. നമുക്കൊന്ന് ഒരു പാട്ടും കൂടി വെച്ചിട്ട് ഡാൻസ് കളിച്ചല്ലോ. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ. ലൊക്കേഷൻ എവിടെയാ? അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയുടെ ഓപ്പോസിറ്റ് ഹോം കണക്ഷൻ. അത് പറയണ്ടേ. അപ്പൊ ഞങ്ങൾ എന്തായാലും പൊളിക്കാൻ പോവാണ്. നിങ്ങൾ പൊളിക്കണമെങ്കിൽ, നിങ്ങളൊന്ന് എന്താ പറയാ, ലൈഫ് ആസ്വദിക്കണമെങ്കിൽ, എൻജോയ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു ജീവിതമല്ലോട്ടാ, ആസ്വദിക്കുക. അത്രേ എനിക്ക് പറയുള്ളൂ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. ബാ, നമുക്ക് പോവാം. എന്നെ ഇഷ്ടമാണ് പറയും പോലെ അയാളുടെ കാലല്ലേ. ശ്രീനിവാസ, സവാരി ഗിരിഗിരി കഴിയട്ടെ മോനെ. ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും, വാങ്ങും ഞാൻ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി, കാർത്തികേയൻ. കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ രാമൻ ചുറ്റിപ്പോകും സാർ. തമ്പി